ഹായ് ഫ്രണ്ട്സ്, എന്താല്ലേ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത്. കണ്ടന്റിന്റെ പെരുമഴ എന്ന് പറയും പോലെ കണ്ടന്റ് തന്നെ അല്ലേ. ഇത്രയും ദിവസം നിന്നിട്ടും ഡേ 24 ഇത്ര മാത്രം കണ്ടന്റ് വന്നിട്ടുള്ളത്. സത്യമായ നമ്മുടെ ബോസ് ചേട്ടന് സംശയം ഉണ്ടായിട്ടുണ്ടാവും, ഏതാ ഞാൻ എടുത്ത് എപ്പിസോഡിൽ ഇടേണ്ടത്, ഏതാ കട്ട് ചെയ്ത് മാറ്റേണ്ടത് എന്നുള്ളത്. എഡിറ്റേഴ്സ് ഒക്കെ കൺഫ്യൂസ്ഡ് ആയി കാണും. കാരണം തൊട്ട് കണ്ടന്റ് ആയിരുന്നു. ഓരോരുത്തരുടെ വർത്തമാനവും ശരിക്കുമല്ല റിയൽ ഫേസും ഫേക്ക് ഫേസും എല്ലാം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് ഇല്ലേ. നമ്മുടെ അനുവും ജിസയിലും തമ്മിലുള്ളൊരു ഫിസിക്കൽ അറ്റാക്കുകളും പിന്നെ അതുപോലെ തന്നെ നെവിൻ അപ്രതീക്ഷിതമായിട്ട് പുറത്തുപോയി. അതിന് കാരണക്കാരായിട്ടുള്ള ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ട് അവിടെ മാറിയ നമ്മുടെ പൂമ്പാറ്റകൾ ഒരു നല്ല സിംഹക്കുട്ടികളായി മാറി. പിന്നെ അതിനുശേഷം റെനയും അനുവും തമ്മിലുള്ള കുറേ വർത്തമാനങ്ങൾ, അതിൽ പിന്നെ അനു ചോറ് കൊടുക്കാത്ത കാര്യം, പിന്നെ അനുവും അക്ബറുമായിട്ടൊക്കെ ഉള്ള ടോക്ക്. അപ്പം ബാക്ക് ടു ബാക്ക് ഇന്നലെ കണ്ടന്റായിരുന്നു. എന്തായാലും എല്ലാത്തിനെ പറ്റി നമുക്ക് സംസാരിക്കണം. നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോവാം. ടോക്കിംഗ് ടൈം വിത്ത് ഗായത്രി, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 25 ഡേ 24. രാവിലെ തന്നെ ടാസ്ക് ചെയ്യുന്ന അടിമകളെ കാണിച്ചിട്ടാണ് ആക്ടിവിറ്റി റൂമിൽ തലേദിവസം രാത്രി തുടങ്ങിയ ടാസ്ക്കാണ് കേട്ടോ. പറഞ്ഞതുപോലെ അവർക്ക് ഭയങ്കര പ്രിവിലേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ അടിമകളാവണ്ടായിരുന്നു, ഞങ്ങൾക്ക് നോമിനേഷൻ ചെയ്യാനും പോകണ്ടായിരുന്നു, ഞങ്ങളെ സെലക്ട് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. കാരണം രാത്രി ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. കണ്ടിന്യൂസ് അവർ ടാസ്ക് ആയിരുന്നു. ഒരു 8 റൗണ്ട് വരെയൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്തു. രാവിലെ ആയപ്പോഴും അത് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ബോസ് ഏട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ സമയം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ അനീഷ് ബ്രോ പോയ ബോർഡിലൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ആ ഒരു റിങ് ഇല്ലേ, ഒരു റിങ് അതിങ്ങനെ സ്റ്റിക്ക് കൊണ്ട് എടുത്തിങ്ങനെ അടുക്കി വെക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. മറ്റേ ഫ്ലിപ്പിംഗ് ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ തന്നെയാണ് കപ്പിൻ്റെതും, അതുമൊക്കെ ഈസിയാണ്. പിന്നെ വേക്കപ്പ് സോങ് വന്നിട്ടോ. വേക്കപ്പ് സോങ് വന്നപ്പോഴും അവരോട് നിൽക്കുന്നതേ ഉള്ളൂ. വേക്കപ്പ് സോങ് വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ വേക്കപ്പ് സോങ് നമ്മുടെ രമ്യ നമ്പീശൻ്റെ പുതിയ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഓണത്തിൻ്റെ സോങ് ആയിരുന്നു വേക്കപ്പ് സോങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബെഡ്റൂമാണേ. ബെഡ്റൂമിനകത്ത് അനു ഉണ്ട്, നമ്മുടെ ന്യൂറ, ആദില, ശൈത്യ, രേണുചേച്ചി, ഇത്രയും പേര് ഇരുന്നിട്ട് നെവിനെയും ഗിസേലിനെയും പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് തലേദിവസം നെവിൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അവർക്ക് കിട്ടിയത് ഇവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റി തലേദിവസം തന്നെ അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ നടന്നു. ഗിസേൽ ഒച്ചയെടുത്തു. കാരണം അപ്പോൾ അകത്ത് പോയിരിക്കുന്നവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ള ഫുഡാണ്, അവർക്കാണ് ശരിക്കും അവകാശപ്പെട്ടത്, ഇവിടെയുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേൽ നെവിൻ്റെ അടുത്ത് ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ഹ്യൂമാനിറ്റിയെ പറ്റി സംസാരിക്കുന്ന ഗിസേൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് എല്ലാവരും സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ നൂറ പറയുന്നുണ്ട്, പുള്ളിക്കാരത്തിയുടെ ഗ്രൂപ്പ് ഉണ്ട്, അവരോട് മാത്രമേ ഹ്യൂമാനിറ്റി ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെ പറയുന്നു, സാരമില്ല, നമുക്ക് വടി വെറുതെ പോയി നമ്മൾ അടിക്കരുത്, നമുക്ക് വടി കിട്ടും, വടി കിട്ടുന്ന സമയം നമ്മൾ നല്ല നെറുകുന്തല നോക്കി അടിക്കണം, അനുവിനോടുള്ളത് അനുവിനോട് മാത്രം തീർത്താൽ പോരെ, അത് നമ്മുടെ എല്ലാവരെയും കൂടെ തീർക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വടി കിട്ടുമ്പം കൃത്യമായിട്ട് അടിക്കണം, അടി നല്ല നെറുകുന്തലയിൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ശരിയാ, എവരി ഡോഗ് ഹാസ് എ ഡേ. ഇതാണ് സംഭവം. ഇത്ര പെട്ടെന്ന് ഇത് സബലീകരിക്കും, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ടോക്ക് ഇത്ര പെട്ടെന്ന് നടപ്പാക്കുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു അസുലഭ നിമിഷം ഇത്ര പെട്ടെന്ന് അവർക്ക് വീണ് കിട്ടുന്നത്. ഡോഗ് ഹാസ് എ ഡേ എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ ഞാനൊരു ഒരു താളത്തിലങ്ങ് പറയുന്നതാണ് കേട്ടോ. ഡോഗ് ഹാസ് എ ഡേ എന്ന് പറയുന്നത് പോലെയാണ് ആദിലേക്ക് ഇന്നലെ ആ ദിവസം വീണ് കിട്ടിയത്, ആദിലേക്ക് നൂറയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ ഏരിയ കാണിക്കുന്നുണ്ട്. കിച്ചൺ ഏരിയയിൽ നമ്മുടെ ഗിസയിലും നെവിനും നിൽക്കുകയാണ്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഗിസയിൽ പറയുന്നുണ്ട്, ഇന്നലെ നീ ഹ്യൂമാനിറ്റിയുടെ പിറകെ പോയി ഇന്നലെ അപ്പോൾ നെവിൻ പറയുന്നു, എനിക്ക് ഇന്നലെ നീ എന്നെ കൺട്രോൾ ചെയ്തത് എനിക്കിഷ്ടമായി, അങ്ങനെ എന്നെ കൺട്രോൾ ചെയ്താൽ മതി, ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഞാൻ ഇന്ന് ടോർച്ചർ ചെയ്യും എല്ലാവരെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോർച്ചർ ചെയ്യുന്നൊക്കെ പറഞ്ഞ നെവിനാണ് കേട്ടോ ഇറങ്ങി കണ്ട വഴി ഓടിപ്പോയത്. ഇന്നെല്ലാവരും ഞങ്ങളെ സർ മാഡം എന്ന് വിളിക്കണം. അപ്പോൾ ഷാനവാസ്ക്ക് അതുവഴി പോവുമായിരുന്നു. ടാസ്ക് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുവാണല്ലോ, രാത്രിയൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല പാവങ്ങളെ. ഇവരടുത്ത് ഈ ഫുഡിന്റെ എന്നാൽ മര്യാദയ്ക്ക് അവർക്കൊന്നും കഴിക്കാനും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നത്. കാരണം തലേദിവസം എന്തൊക്കെയോ വാരി വലിച്ചിങ്ങനെ കയറ്റിയിട്ടാണല്ലോ അവർ ആക്ടിവിറ്റി റൂമിലേക്ക് ഓടിയത്. ബാക്കി അവിടെ ഇരുന്ന ഫുഡൊക്കെ ഇവർ തന്നെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ബാക്കി മിച്ചമുള്ളത് മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പം എന്നിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാണ്ട് ഈ ടാസ്കും കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പോഴാണ് നെവിൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ ഞങ്ങളെ സർ മാഡം എന്നാണ് വിളിക്കേണ്ടത്. ആ വഴിക്ക് തന്നെ ഷാനിക്ക പറയുന്നുണ്ട്, ഇതിൻ്റെ കാര്യം എനിക്ക് പോടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതലേ നെവിൻ്റെ കാര്യം തീർന്ന അവസ്ഥയാണ്. രാവിലെ മുതലേ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നെവിന്.
അപ്പോൾ നെവിൻ അതും കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഈ ടാസ്ക് ശരിക്കും രണ്ട് മൂന്ന് ദിവസമായി ടാസ്ക് തുടങ്ങിയെങ്കിലും ഇന്നലെയായിരുന്നു നമുക്ക് ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ബോസേട്ടൻ്റെ ഒരു മൈൻഡ് ഗെയിമാണ്. ബോസേട്ടനാണ് അവിടെ കളി കളിച്ചത്. കാരണം ഒന്നുമില്ല, സ്വേച്ഛാധിപതികൾ എന്ന് പറഞ്ഞിട്ട് അവരൊരു പവർ എവിടെയും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല. പിന്നെ അവരൊരു ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് അടിമകൾ. അവരുടെ തന്നെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ ഓവറായിട്ട് അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. സാധാരണമായിട്ടുള്ള രീതികളിൽ ഇങ്ങനെ ഒരു സംസാരവും ഇങ്ങനെ ഒരു ഇതും അല്ലാണ്ട് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. കഴിഞ്ഞ സീസണൊക്കെ നോക്കുവാണെങ്കിൽ എന്ത് രസമായിട്ടാണ് ഓരോരുത്തർ ചെയ്തത്. അടിമകളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു. അപ്പം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമാണ്. ലൈവിലൊന്നും ഒന്നും തന്നെ ഇല്ല. ഇന്നലത്തെ ദിവസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മെനങ്ങാന്നൊക്കെ ലൈവൊന്നും ഒന്നുമില്ല. ലൈവ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസവും ഇല്ല, ഒരു ടാസ്കും ഇല്ല. നമ്മളിങ്ങനെ ഉറങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ മനഃപൂർവ്വം നമ്മുടെ ബോസേട്ടൻ ഒരു കളി ഇവിടെ കളിച്ചതാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനു കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഗിസയിലും നെവിനും വരുന്നുണ്ട്. അവർ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ബർഗർ ഉണ്ട്, സോ ഞങ്ങൾക്ക് ഫുഡ് വേണ്ട. ഇതാണ് അവിടുത്തെ ഇന്നലത്തെ വഴക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. എന്തിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവില്ലേ, അതുപോലെ അവിടെ ഇന്നലെ ഇത്രയും സംഭവങ്ങൾ നടക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ബർഗർ കേസാണ്. ഇപ്പോൾ അവർ വന്നിട്ട് ബർഗർ ഉണ്ട് വേണ്ടെന്ന് പറയുന്ന സമയത്ത് അനു പറയുന്നു പിന്നെ ബർഗർ. അനു ശരിക്കും ഒരു സാധാരണ പെൺകുട്ടിയാണ്. ഞാനിപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതൊന്നുമല്ല. സാധാരണ ഒരു പെൺകുട്ടിയാണ്. അനു ഒരിക്കലും അവിടെ ഒരു ഫേക്ക് ഫേസ് ആയിട്ട് നിൽക്കുന്ന ആളല്ല. ഇതാണ് റിയൽ. അനുവിൻ്റെ ഒരു റിയൽ ക്യാരക്ടറാണ്. അനുവിന് കുശുമ്പുണ്ട്, അസൂയയുണ്ട്, പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നുള്ള ദേഷ്യം, പെട്ടെന്നുള്ള കരച്ചിൽ, ഇതൊന്നും ഡ്രാമയോ പുള്ളിക്കാരത്തിയുടെ ഫേക്ക് ഫേസോ ഒന്നുമല്ല. ഇതെല്ലാം റിയൽ ആയിട്ട് പുള്ളിക്കാരത്തി റിയൽ ക്യാരക്ടർ എന്ന് പറയില്ലേ, സ്വഭാവം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ചെയ്യുന്ന തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും നമുക്ക് ന്യായീകരിക്കാനും പറ്റില്ല. അനു ചെയ്യുന്ന തെറ്റെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റിയൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അനു അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്തായാലും അനു പറയുന്നുണ്ട് പിന്നെ ഞങ്ങളാരുടെ ബർഗർ കാണാതെ കിടക്കുന്നൊന്നുമല്ലല്ലോ, ഒരു ബർഗർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അനുവിനെ ട്രിഗർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്തേ നിനക്ക് ജലസി ആയോ, നിനക്ക് സാൻഡ്വിച്ച് വേണോ, നിനക്ക് സാൻഡ്വിച്ച് കിട്ടാത്തത് കൊണ്ടാണോ, നിനക്ക് ജലസിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പം അനുവിന് അത് കൊണ്ടു ശരിക്കും. എന്നാൽ പിന്നെ വിഷയത്തിൽ നിന്നൊന്ന് മാറിപ്പോണമല്ലോ. അങ്ങനെയാണ് അനു ജിസയിലിനോട് ചോദിക്കുന്നത് നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ജിസയിൽ അവിടെ പറയുന്നുണ്ട് നീ തെളിയിക്കൂ, നീ കാണിച്ചു തരൂ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ നീ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ ജിസയിൽ റൂൾ ബ്രേക്ക് ചെയ്തതിന് സാധനങ്ങൾ ഫുള്ള് തിരിച്ചയച്ചതാണ്. ഒരു ഡ്രസ്സ് പോലും ഇല്ല, അവിടെ ഒന്നുമില്ല, പണിഷ്മെന്റിലാണ്. അങ്ങനെയുള്ള ജിസയിൽ എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടുന്നത്? സ്വേച്ഛാധിപതി ആണെങ്കിലും ലിപ്സ്റ്റിക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടോ അതെനിക്ക് അറിയില്ല. അറിയാന്നുള്ളവർ കമന്റ്സ് ആയിട്ട് താഴെ ഇടണം കേട്ടോ. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ പണിഷ്മെന്റിലാണ് പുള്ളിക്കാരത്തി. ലാലേട്ടൻ വന്നിട്ട് പുള്ളിക്കാരത്തിയുടെ സാധനങ്ങളെല്ലാം തിരിച്ചയച്ചു, പണിഷ്മെന്റും കൊടുത്തിരിക്കുകയാണ്, ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടു എന്നുള്ളത് അറിയില്ല. 2, അനുവിനെ അവിടെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ജിസയിൽ. നീ കാണിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു വഴക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. അനു പെട്ടെന്ന് തന്നെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നു, ജിസേലിൻ്റെ ചുണ്ടിലേക്ക് ഉരയ്ക്കുവാണ്. സത്യത്തിൽ അത് ഉരയ്ക്കുവാണ്, അല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ നോർമലി നിൽക്കുന്ന ഒരാളടുത്തല്ലല്ലോ പോയി ടിഷ്യൂ പേപ്പർ കൊണ്ട് ടച്ച് ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരും ഒരു വഴക്കിൻ്റെ ഇതിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് പോയിരുന്നിട്ട് സമാധാനമായിട്ട് മോളെ ഞാനിന്ന് ടച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയി ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്നുള്ള ആക്ഷനിൽ അനു അതിങ്ങനെ ചെയ്യുക തന്നെയാണ് ചെയ്തത്. അത് തെറ്റ് തന്നെയാണ്. അത് നമ്മളിനി എത്ര ന്യായീകരിച്ചാലും എന്ത് പ്രൂവ് ചെയ്യാനാണെങ്കിലും അനു ആ ചെയ്തത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ വിത്ത് പെർമിഷനോടുകൂടി അനു ചെയ്യാറുണ്ട്. പെർമിഷൻ ചോദിച്ചാലൊന്നും ജിസയിൽ നിന്ന് കൊടുക്കില്ല, അത് വേറൊരു സത്യം. എന്താണെങ്കിലും അനു ചെയ്തത് തെറ്റാണ്. പക്ഷേ ടിഷ്യൂവിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് വന്നു. അനു ഇങ്ങനെ ചെയ്ത സമയത്ത് ലിപ്സ്റ്റിക്, അപ്പോൾ പുള്ളിക്കാരത്തി പെട്ടെന്നുള്ള ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോലെ പുള്ളിക്കാരത്തി പെട്ടെന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ അനുവിനെ പിടിച്ച് തള്ളി. ആ തള്ള് നല്ല ഒരു തള്ളായിരുന്നു, ശരിക്കും നല്ലൊരു തള്ളുമായിരുന്നു. അനു ആ തള്ളും കൊണ്ട് തെറിച്ച് പോകുന്നുമുണ്ട്, ദൂരേക്ക് മറിഞ്ഞ് വീഴുന്നുണ്ടേ. ഭാഗ്യമാണ്, കാരണം പോയി എവിടെയെങ്കിലും ബാക്കിലൊക്കെ വീണെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ മേലെ കാര്യങ്ങൾ പോയേനെ. അപ്പം അങ്ങനെ ഒന്നും വീണൊന്നും പറ്റിയില്ല. പക്ഷെ അനു ആ ഒരു തള്ളിൽ ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇത് കണ്ടുകൊണ്ട് നിന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. നൂറ, ഷാനവാസ്, നെവിൻ, ഇവരൊക്കെ മാത്രമേ അവിടെ ഈ സംഭവം കണ്ടു നിൽക്കുന്നുള്ളൂ. അപ്പം തന്നെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്തത്, നീ എന്തിനാണ് അവളുടെ ചുണ്ടിൽ പോയി അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടി, നീ എന്തിനാണ് ചെയ്തത്, നീ ചെയ്തത് തെറ്റാണ്, നീ എന്തിനാ ചെയ്തത്. പക്ഷേ അനു അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം.
അനു അത് സമ്മതിക്കുന്നില്ല. അനു പറഞ്ഞു ഞാൻ അടിച്ചൊന്നും ഇല്ലല്ലോ, ഞാൻ പിടിച്ച് തള്ളുകയൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എന്നെ തള്ളിയില്ലേ, ഞാൻ പിന്നെ അടിച്ചും പിടിച്ചൊന്നും ഇല്ലല്ലോ, ഞാൻ ആ ലിപ്സ്റ്റിക്ക് നോക്കിയാൽ എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഒന്ന് പോയി ടച്ച് ചെയ്തതുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനു ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അനു ചെയ്തത് തെറ്റാണ്. ശൈത്യയും നൂറയും ഒക്കെ വരുന്നുണ്ട്. നൂറയൊക്കെ ജിസേലിനോടും ചോദിക്കുന്നുണ്ട് എന്തിനാ അവളെ പിടിച്ച് തള്ളിയതെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ തള്ളി നിൽക്കുമ്പം ഷീ ടച്ച് മൈ ലിപ്സ് വിത്തൗട്ട് മൈ പെർമിഷൻ, അവൾ എൻ്റെ ചുണ്ടിൽ എൻ്റെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ജിസേൽ. അപ്പം ജിസേലിന് മനസ്സിലായി ഇത് പുള്ളിക്കാരത്തിയെ തള്ളിയത് ശരിയായിട്ടില്ല, അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് വരും എന്നുള്ളത് ജിസേലിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ജിസേൽ അത് കാരണം അവിടെ നിന്ന് കരഞ്ഞങ്ങോട്ട് മെഴുകാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. ഇവരാരും ജിസേൽ അനുവിനെ തള്ളിയതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അനു ജിസേലിന്റെ ചുണ്ടിൽ ടച്ച് ചെയ്തതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്, അത് നമുക്ക് എവിടെയും പറയാൻ തെറ്റാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ജിസേൽ പിടിച്ച് തള്ളിയതിനെ കുറിച്ചും പറയണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത് മക്കളെ. അതല്ലാണ്ട് ഒരാൾ ചെയ്യുന്നത് മാത്രം എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കുവാണോ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, ജിസേലിന് അവിടെ പണിഷ്മെന്റിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ നെവിൻ വന്ന് വീണ്ടും ജിസേലിന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട്, ലൈവിലും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ ചുറ്റുമുണ്ട്. എല്ലാവരും കൂടെ അന്ന് തന്നെ ഈ ജിസേൽ ഇങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ജിസേലിനെ സപ്പോർട്ട് ചെയ്യാതെ എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് ജിസേലിനോട് പറഞ്ഞ് റൂൾ ബ്രേക്കിംഗ് ആണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഇത് വരില്ലായിരുന്നു. അന്നും ഇന്നും എല്ലാവരും പൊതിഞ്ഞു നിർത്തുന്നത് ജിസേലിനെയാണ്. അതുകൊണ്ടാണ് അനു ഇങ്ങനെ രാജകുമാരിയായി വളർന്ന് പന്തലിക്കുന്നത്. സത്യം, അകത്ത് വേണ്ടുവോളം അനുവിന് PR ഉണ്ട്. അക്ബറും അപ്പാണി ശരത്തും റണ ഫാത്തിമയും ഇവരൊക്കെയാണ് അനുവിൻ്റെ ഏറ്റവും വലിയ PR വർക്കേഴ്സ് എന്ന് ഞാൻ പറയും. ഇവർക്കൊക്കെ ബോധം ഉണ്ടാവും. ഒരാളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി കളിക്കുന്ന സമയത്ത് പുറത്തുള്ള ഓഡിയൻസ് അത് ഏത് തലത്തിലെടുക്കും എന്നുള്ളത് ഈ 7 സീസണായിട്ട് ഇവർ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ഇവരെല്ലാവരും ഇത് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺസ് അരച്ച് കലക്കി കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ അരച്ച് കലക്കി കുടിച്ചവർക്ക് ആർക്കും അറിഞ്ഞൂടെ? ഒരാളെ മാത്രം കോർണർ ചെയ്ത് ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിനകത്തിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ടും പുറത്ത് നെഗറ്റീവ് ആവുമെന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കയറി പോകുമെന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ളൊരു ചിന്ത പോലും ഇവർക്കില്ലേ എന്നുള്ളതാണ്. എന്താണെങ്കിലും അനുവിൻ്റെ നേരെ തിരിയുന്നുണ്ട്. പിന്നെയാണ് ഈ വിഷയത്തിൽ നെവിൻ കയറി പിടിക്കുന്നത്. നെവിൻ ഒരു ആവശ്യമില്ലാണ്ട് മേളിക്കൂടെ പറന്നുപോയ എയ്റോപ്ലെയിനെ ചാടിപ്പിടിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞതുപോലെയാണ് നെവിൻ്റെ കാര്യം. നെവിൻ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒന്നുകിൽ നീ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ, ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് ഒരാളെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഫിസിക്കൽ അസോൾട്ടിന് അനു പുറത്താവുകയാണെങ്കിൽ കൂടെ ജിസയിലും പുറത്താവണം. അനു മാത്രം പോയാൽ പറ്റുമോ? അനു ജസ്റ്റ് ഇങ്ങനെ ആക്കി, ശരിയാണ്, അത് തെറ്റാണ്. അനു അങ്ങനെ ചുണ്ടിലാക്കി, പെർമിഷൻ ഇല്ലാതെ നമ്മൾ ആരും ആരുടെ ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല, ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറാൻ പാടില്ല. പകരം തിരിച്ച് ജിസയിലും പിടിച്ച് തള്ളി, അതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പുറത്തു പോട്ടെ? അല്ല, അനു ഇവിടെ നിൽക്കാൻ പാടില്ല, അനുവിനെ എവിക്റ്റ് ചെയ്യണം. നെവിൻ പറയുന്നുണ്ട്, നിന്നെ ഇവിടെ ഞാൻ നിർത്തില്ല, നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നീ പുറത്തു പോയിക്കോണം, അങ്ങനെ ഒരുത്തിയും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് ആരും ഇവിടെ കൂടുതൽ പ്രിവിലേജ് ഉള്ള ആൾക്കാരല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു പോകണം, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തകർത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഗിസയിൽ വന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് കംപ്ലൈന്റ് പറയുന്നുണ്ട്, ബിഗ് ബോസ് സെക്കൻഡ് ടൈമാണ്, എനിക്കിത് പറ്റത്തില്ല, ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയിൽ വന്ന് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്ത് വന്ന് ക്യാമറയിൽ പറയുന്നുണ്ട്, ശരത്ത് ക്യാപ്റ്റൻ ആണല്ലോ, ശരത്ത് വന്ന് ക്യാമറയിൽ പറയുന്നുണ്ട്, ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട് ബിഗ് ബോസ് എന്ന്. അപ്പോൾ ശരത്തിനെ തള്ളി മാറ്റിയിട്ട് നെവിൻ കയറി പറയുന്നുണ്ട്, ഇതിവിടെ വച്ച് പുലർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അനുവിനെ എവിക്റ്റ് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഞാൻ ഈ ഷോ കിറ്റ് ചെയ്യും. അവിടെയാണ് നമ്മുടെ നെവിന് പാളിപ്പോയത്. നെവിൻ ഒരിക്കലും പോയി ബിഗ് ബോസിനെ വെല്ലുവിളിക്കാൻ പാടില്ല. ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് അവരുണ്ട്, അവരുടെ മാനേജ്മെന്റ് ഉണ്ട്, അവർ ഡിസൈഡ് ചെയ്യും എന്താ വേണ്ടതെന്ന്. അതല്ലാതെ ഞാനിവിടെ നിൽക്കൂല, അവളെ എവിക്റ്റ് ചെയ്ത് വിടണം എന്നോട് ഒരു കണ്ടസ്റ്റന്റ് ഒരിക്കലും ബിഗ് ബോസിന് മേളിൽ പോയിട്ട് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ നടത്താൻ പാടില്ല. അത് ശരിക്കും നെവിൻ ഒരു വലിയ പാളിച്ച, അല്ലെങ്കിൽ ഒരു പാളി എന്ന് നമ്മൾ പറയുന്നില്ലേ, അവിടെയാണ് നമ്മുടെ നെവിൻ ഒന്ന് തെറ്റിപ്പോയത്. നെവിൻ നമ്മുടെ ബിഗ് ബോസിനെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. അവിടെ ഒരു പണി കിട്ടി. ഒരിക്കലും നെവിൻ വിചാരിച്ചിട്ടുണ്ടാവില്ല ബിഗ് ബോസിന്റെ തിരിച്ചുള്ള പ്രതികരണം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്താണെങ്കിലും അവിടെ റിക്വസ്റ്റ് ഒക്കെ ചെയ്തു. ഗിസേലിരുന്ന് കരയുന്നുണ്ട് കേട്ടോ. ഗിസേലിനെ എല്ലാവരും പോയി സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്ന് അനു പറയുന്നുണ്ട്, എന്ത് കള്ളക്കരച്ചിലാടി അവൾ കരയുന്നത്, അവളെ കള്ളക്കരച്ചിൽ കണ്ടില്ലേ, കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ
എല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശൈത്യയും നൂറയും അതിലേക്ക് പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, നീ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ അത് മനസ്സിലാക്കണം, നീ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ കുറേയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്നാലും പിന്നും പുള്ളിക്കാരത്തിയുടെ ഭാഗം ന്യായീകരിച്ച് മെഴുകും. അത് വേറൊരു സത്യം. അനുമോളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നൂറെ ആദ്യം നെവിനിട്ടൊരു പണി കൊടുക്കുന്നുണ്ട്. അടുത്ത് വിളിക്കുന്നുണ്ട് കിച്ചണിൽ. അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ പറഞ്ഞത് സത്യമാണോ? എന്ത് അനുവിനെ എവിക്റ്റ് ചെയ്ത് വിട്ടില്ലെങ്കിൽ നീ പുറത്തു പോകും എന്ന് പറഞ്ഞത്, നീ ക്വിറ്റ് ചെയ്യും എന്ന് പറഞ്ഞത് സത്യമാണോ? അനുവിനെ പുറത്ത് വിട്ടില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും, അതിന് ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്ത് ഞാൻ പുറത്തു പോകും, എനിക്കൊന്നും നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വച്ചും 2-3 വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ന്യൂറയ്ക്കും ആദിലയ്ക്കും കിട്ടിയ വടിയായിരുന്നു. അത് കറക്റ്റ് വടി അവരുടെ കയ്യിലേക്ക് നെവിൻ കൊണ്ടുപോയി കൊടുത്തു. അതാണ് സംഭവം. പിന്നെ നമ്മുടെ അബിയും ഷാനവാസും ഒക്കെ വന്ന് ഗിസേലിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ടെ സാറേ ഇല്ല, നമുക്കത് പ്രശ്നമാക്കണ്ട, സോൾവ് ആക്കാം, വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞങ്ങൾ അനുവിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിന് അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരാളെ കോർണർ ചെയ്യുന്നത് ശരിയല്ല. എല്ലാവരും ചേർന്ന് ഒരാളെ കോർണർ ചെയ്യാൻ പാടില്ല, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അവൾ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഗിസേലിനോട് അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗിസേൽ അവിടെ നിന്ന് മെഴുകുന്നുണ്ട്. ഗിസേൽ പറയുന്നുണ്ട്, ഇന്നലെ അവൾ കിച്ചണിൽ ജോലിയൊന്നും ചെയ്തില്ല, സ്വിച്ചാധിപതിയായിട്ടും ഞാനാണ് അവളുടെ ജോലികളെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ടോക്കും കുറച്ച് കോൺവെർസേഷൻസും പോകുന്നുണ്ട്. എന്തിനു പറയുന്നത്? വീട്ടിലുള്ള എല്ലാവരും അനുവിനെയാണ് കുറ്റം പറയുന്നത്. ആകെ ആദിലയും നൂറയും ശൈത്യയും മാത്രമേ അനുവിന് സപ്പോർട്ടായിട്ട് അവിടെ നിൽക്കുന്നത്. സപ്പോർട്ട് മീൻസ് ഒരു സമാധാനം, ഒരു സപ്പോർട്ടായിട്ട് അവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ജിസേലിനെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ശൈത്യ അതിലെ നൂറയൊക്കെ പറയുന്നുണ്ട് അനു ചെയ്തത് തെറ്റാണെന്നും പറയുന്നുണ്ട്. തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കൂടെ നിൽക്കുവാണ്. ബാക്കി എല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്തിയിട്ട് ഗിസേലിനെ മാത്രം സപ്പോർട്ട് ചെയ്ത്, എന്നാൽ ഗിസേൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അനുവാണ് എല്ലാം ചെയ്തു വെച്ചത് എന്നുള്ള രീതിയിലാണ് ഗിസേലിൻ്റെ കൂടെ നിൽക്കുന്നത്. എന്താണെങ്കിലും അതിനുശേഷം പിന്നെ അവിടെ വേറൊരു സീനാണ് കേട്ടോ നടക്കുന്നത്. നമ്മുടെ അനീഷ് ടാസ്ക് ചെയ്യാത്തതാണ് കേട്ടോ ഇതിനിടയ്ക്ക് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. രാത്രി ടാസ്ക് ചെയ്യാൻ ഇവരെല്ലാവരും കൂടെ പോയല്ലോ ആക്ടിവിറ്റി ഏരിയയിൽ. ഇവരൊക്കെ അടിമകളല്ലേ, അടിമകൾ ടാസ്ക് ചെയ്യണമല്ല. അതിന് പോയിട്ട് അനീഷ് മാത്രം ടാസ്ക് ചെയ്യാണ്ട് ഒരു ഫ്ലിപ്പിംഗ് ഗെയിം എന്തോ ചെയ്തിട്ട് പോയി കിടന്ന് പുള്ളിക്കാരൻ ഉറങ്ങി. പിന്നെ ഇടയ്ക്ക് എന്തോ എണീറ്റ് വന്ന് വീണ്ടും എന്തോ ഒരു ഗെയിം ഒന്നും ചെയ്തില്ല, ജസ്റ്റ് എന്തോ ടച്ച് ചെയ്തിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി എന്നുള്ളതാണ് പരാതി. ഫുൾ ടൈം ഉറക്കമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ വന്നിട്ട് നമ്മുടെ സ്വേച്ഛാധിപതികളോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, അനീഷ് ഒന്നും ചെയ്തിട്ടില്ല, ഉറങ്ങി എന്നുള്ളത്. അപ്പം നെവിൻ ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ അമ്മേ, ഒരു മെഴുകൽ അങ്ങോട്ട് തുടങ്ങി. സത്യത്തിൽ ഞാൻ കണ്ടില്ല കേട്ടോ അനീഷ് ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യുന്നത്. അനീഷ് ഉറങ്ങുന്നതാണ് ഞാൻ ലൈവിൽ കണ്ടത്. നിങ്ങൾ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസ് ഇടണം കേട്ടോ. ഞാൻ കണ്ടത് പുള്ളിക്കാരൻ ഫുൾ ടൈം ഉറങ്ങിയതാണ്. ആ ഒരു ഫ്ലിപ്പിംഗ് ഗെയിം, അതും ഫ്ലിപ്പിംഗ് ഗെയിം ശരിക്കും ആര്യൻ ചെയ്യാൻ നിന്ന സ്ഥാനത്ത് ആര്യൻ മാറിയപ്പോൾ അവിടെ കയറി അനീഷ് നിന്നിട്ട് ചെയ്തതാണ്. അതല്ലാതെ ഫസ്റ്റ് റൗണ്ടിൽ ശരിക്കും 4 പേര് നിന്നത് ഷാനവാസും ബിന്നിയും രണ ഫാത്തിമയും ആര്യനുമാണ് നിന്നത്. ആ ഒരു ടൈമിനിടയ്ക്ക് ആര്യൻ മാറിയപ്പോൾ അവിടെ അനീഷ് കയറി നിന്ന് ചെയ്യുന്നതാണ് കണ്ടത്. അതിന് അനീഷ് പറയുന്നുണ്ട്, ആര്യൻ എന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല, എന്നിട്ട് പോലും ഞാൻ എൻ്റെ സ്പേസ് കണ്ടെത്തി ഞാനത് ചെയ്തു എന്നുള്ളത്. ആര്യൻ ചെയ്യാൻ സമ്മതിക്കാത്തത്, ആര്യൻ നിന്ന് ചെയ്യേണ്ട സ്ഥലത്ത് ഇയാൾ കയറി നിന്നതാണ്. അവസാനം അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട്, ആര്യൻ മാറി കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സംഭവം. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ടോട്ടൽ 20 റൗണ്ട് ചെയ്യണമായിരുന്നു, 20 തവണ ചെയ്യണമായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു ഇത് ചെയ്തിട്ട് പുള്ളിക്കാരൻ പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അനീഷ് ബ്രോ ഒന്നും ചെയ്തില്ല. എന്തിനാ കൂടുതൽ പറയുന്നത്? എല്ലാവരും പറയുന്നുണ്ട് ഷാനവാസൊക്കെ മരുന്ന് കഴിച്ചിട്ട് പുള്ളി പോലും ഉറങ്ങാതെ നിന്ന് ചെയ്തു, പുള്ളിയുടെ ഗെയിം പുള്ളി കംപ്ലീറ്റ് ആക്കി. അനീഷും ഫുൾ ടൈം ഉറക്കമായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ടാണ് ഒന്ന് രണ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രോത്സാഹിപ്പിച്ചു, എപ്പോൾ വേക്കപ്പ് സോങ് കേട്ടതിന് ശേഷം. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കോമണറാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, അങ്ങനെ പറഞ്ഞൊരു കോമണർ കാർഡ് അവിടെ അനീഷ് ഇറക്കി കളിച്ചപ്പോൾ ആര്യൻ വന്ന് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ കോമണർ കാർഡൊന്നും ഇറക്കി കളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഗലാട്ട. എല്ലാവരും കൂടെ അനീഷിനെ ഒന്നെടുത്ത് മുകളിലേക്ക് എടുത്തെറിഞ്ഞ് താഴത്തേക്ക് തള്ളിയിടുന്നുണ്ട്. മുകളിലേക്ക് എടുത്തെറിയുന്നു, താഴത്തേക്ക് വീഴുന്നു, മുകളിലേക്ക് എടുത്തെറിയുന്നു, താഴത്തേക്ക് വീഴുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ ബോസേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു. ആദ്യം തന്നെ ഒനീലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒനീലിനെ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്, നിങ്ങൾക്കൊക്കെ ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാണ്, അപ്പോൾ ചൊറിയൊക്കെ ഒന്ന് മാറ്റിത്തരാമെന്നുള്ള രീതിയിൽ ബോസേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വാഗ്വാദങ്ങളാകാം, നിങ്ങൾക്ക് സംസാരങ്ങളാകാം, തർക്കങ്ങളാകാം, എല്ലാം ചെയ്യാം, വഴക്കുകൾ കൂടെ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഒരിക്കലും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളെ ഇവിടെ വെച്ച് പുലർത്താൻ കഴിയില്ല. ഫിസിക്കൽ അസോൾട്ട് അനുവദിക്കുന്നതല്ല. ഇത് ഇവിടെ മാത്രമല്ല, പുറത്തുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു TV ഷോയാണിത്. നിങ്ങൾക്ക് ഈ TV ഷോ കഴിഞ്ഞ് കഴിഞ്ഞാലും പുറത്ത് നിങ്ങൾക്കൊരു ജീവിതം ഉള്ളതാണ്. നിങ്ങളുടെ സ്വഭാവം പുറത്തേക്ക് പ്രതിഫലനം ചെയ്യും. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് മാത്രം കളിക്കണം മക്കളെ. വെറുതെ ഇവിടെ കിടന്ന് നമ്പർ കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നെഗറ്റീവ് കേട്ട് ആൾക്കാരുടെ വായിരിക്കുന്നത് കേട്ടിട്ട് പിന്നെ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബോസേട്ടനെ പറയാൻ വരരുത് എന്നുള്ളതാണ് ബിഗ് ബോസ് നയപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ
നമ്മുടെ ജിസേലിനെയും അനുവിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും പോയി ഇരിക്കുന്നുണ്ട്. അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടും ജിസൈൽ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജിസൈൽ ഇടയ്ക്കേറി പറയുന്നുണ്ട് നോ ഷീ ടച്ച് മീ വിത്തൗട്ട് മൈ പെർമിഷൻ. എൻ്റെ ലിപ്സിൽ എനിക്ക് ആരും തൊടുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ അങ്ങ് ചെയ്തു, ഒരച്ചെടുത്തു, എൻ്റെ ചുണ്ടിനെ ഒരച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചെയ്യുന്നുണ്ട് ഒരച്ചോ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ എപ്പോൾ ഒരച്ചെടുത്തു, ജിസേൽ കള്ളം പറയരുത് ജിസേൽ, ഞാൻ ഒരച്ചെടുത്തില്ല. സംഭവം ഇങ്ങനെ തൊട്ടാലെന്ന് അറിയാതൊന്നുമില്ല, ഇങ്ങനെ അനുമോൾ ഇങ്ങനെ അങ്ങ് ഒരച്ചത് സത്യമാണ്. പക്ഷെ ഇങ്ങനെയൊന്നും പിടിക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ കണ്ടതിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉരയ്ക്കുന്നതെന്ന് കണ്ടില്ല, ഇങ്ങനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഉരച്ചെടുക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ്. അപ്പോൾ ജിസേൽ എന്തുകൊണ്ട് നീ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് സോറി പറഞ്ഞില്ല, ഇവിടെ വെച്ച് സോറി പറയുന്നു, ഇവിടെ ബിഗ് ബോസും പ്രേക്ഷകരും കണ്ടോണ്ടിരിക്കുകയില്ലേ, അപ്പം ഞാൻ ഇവിടെ വെച്ച് സോറി പറയാമെന്ന് വിചാരിച്ചു എന്ന് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്ന് തർക്കിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, സോറി, വേണ്ട നടപടികൾ തന്നെ സ്വീകരിക്കണം അനുമോൾക്കെതിരെ, ബിഗ് ബോസ് എല്ലാം കണ്ടിട്ടുള്ളതല്ലേ, ഫുട്ടേജ് ഇത് സെക്കൻഡ് ടൈമാണ് അവൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് റൂൾ ബ്രേക്ക് ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ റൂൾ ബ്രേക്ക് ചെയ്താൽ നീ ചോദിക്കാൻ നീയാണോ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ആണ്, എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്, അതെങ്ങനെയാണ് അവകാശമുള്ളത്, നീയാണോ ബിഗ് ബോസ് എന്ന് കുറേ തവണ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജിസേൽ പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, ഇവൾക്കെതിരെ നിയമ നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാൻ നേരിട്ടും കണ്ടു, ഞാൻ ഫുട്ടേജ് വീണ്ടും കണ്ടു, എനിക്ക് മനസ്സിലായത് നിങ്ങൾ രണ്ടുപേരും തുല്യരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ആൾക്കാരാണ്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ശ്രീ മോഹൻലാൽ വീക്കെൻഡിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ നിയമ നടപടികളെല്ലാം സ്വീകരിക്കുന്നതായിരിക്കും, ഇവിടെ മാനേജ്മെന്റ് ഉണ്ട്, അവരത് തീരുമാനിക്കും, രണ്ടുപേരും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ജിസേൽ പറയുന്നുണ്ട് പറ്റില്ല, ഇപ്പം തന്നെ നിയമ നടപടി എടുക്കണം എന്ന് പറയുമ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് കാത്തിരിക്കുക മോഹൻലാൽ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതും കേട്ടിട്ട് രണ്ടുപേരും തിരിച്ച് ലിവിങ് റൂമിലോട്ട് വന്നു. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഇതിനിടയ്ക്ക് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച സമയത്ത് അവിടെ നൂറയും ആദിലയും നെവിനെ ഇട്ട് വാരുന്നുണ്ട് കേട്ടോ, മീൻസ് പുകച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പുകച്ച് പുറത്ത് ചാടിക്കാന്ന് പറയില്ല, അതുപോലെയായിരുന്നു ഇന്നലെ നെവിൻ്റെ കാര്യം. നൂറ ചോദിക്കുന്നുണ്ട് അനുമോൾ എവിക്റ്റ് ആയില്ലെങ്കിൽ യു മസ്റ്റ് ഗോ എന്ന് പറയുന്നുണ്ട്. നെവിൻ പറയുന്നു ഐ ക്വിറ്റ് ദ ഷോ ആൻഡ് ഞാൻ പുറത്തേക്ക് പോകും, ഉറപ്പായിട്ട് പോകും, അനുമോൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഷോ ക്വിറ്റ് ചെയ്ത് ഞാൻ പുറത്തേക്ക് പോകും, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഞാനൊരു ബിഗ് സീറോയിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ശരിക്കും അവിടെ നൂറയും ആദിലയും രാവിലത്തെ വടിക്കേസില്ലേ അത് തന്നെ, വടി കിട്ടുമ്പോൾ നെറുകം തല നോക്കി അടിക്കണം എന്ന് പറയുന്നത് പോലെ നെവിൻ നൂറയുടെ ആദിലയുടെ കയ്യിലേക്ക് വടി കൊണ്ട് കൊടുത്തതുപോലെ ആയിപ്പോയി കേട്ടോ. തലേദിവസം ഒരുമിച്ചിരുന്ന് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച ആൾക്കാരാണ്. പിന്നെ അവർ അനുമോളും ഗിസയിലും ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുവാണ്. ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുമ്പോൾ ബോസേട്ടൻ നെവിൻ യെസ് ബിഗ് ബോസ്, നെവിൻ എന്താണ് നേരത്തെ പറഞ്ഞത്? അപ്പോൾ നെവിൻ അവിടെ കിടന്ന് മെഴുകുന്നുണ്ട് കേട്ടോ. മെഴുകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുമോളുടെ തലയിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അനുമോളുടെ തലയിലേക്ക് വച്ചു കൊടുത്ത് അവിടെ സംസാരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അനുമോൾക്ക് എന്ത് പ്രിവിലേജാണ്, അനുമോൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു, അനുമോൾ പല രീതിയിലും പല കാര്യങ്ങളും കേൾക്കുന്നില്ല, സ്വേച്ഛാധിപതികളെ ഞങ്ങൾ പറഞ്ഞിട്ടും അനുമോൾ കേൾക്കുന്നില്ല, ജോലികൾ ഡ്യൂട്ടീസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും ബോസേട്ടൻ ചോദിക്കുന്നുണ്ട് രാവിലെ നടന്ന സംഭവവും നെവിൻ ക്വിറ്റ് ചെയ്യും എന്ന് പറയുന്ന തമ്മിൽ എന്ത് ബന്ധം? സത്യത്തിൽ യാതൊരു ബന്ധവും ഇല്ല. വഴക്ക് നടന്നത് അനുവും ഗിസയിലായിട്ടാണ്. അനുവും ഗിസയിലായിട്ട് നടന്ന വഴക്കിൽ നെവിൻ എന്തിനെ അതിലേക്ക് കയറി ചെന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഓവർ സ്മാർട്ട്നെസ് കാണിച്ചതാണ്. ഞാൻ ഭയങ്കര ഒരു സംഭവമാണ്, എനിക്കിവിടെ ഭയങ്കര സംഭവം, എനിക്കിവിടെ പ്രിവിലേജ് കൂടുതലാണെന്നുള്ള രീതിയിൽ ഇച്ചിരി ഓവർ സ്മാർട്ട് കളി കളിച്ചതാണ്. പക്ഷെ കയ്യിൽ നിന്ന് പോയി നെവിൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ബിഗ് ബോസ് നെവിന് തിരിച്ചു കൊടുത്തത്. നെവിൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം തിരിച്ച് നെവിനോട് പറയും എന്നുള്ളത്. കാരണം നെവിൻ ഒരു കരണം പുകച്ചു കിട്ടിയ അടി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അടിയായിപ്പോയി നെവിന് കിട്ടിയത്. എന്തായാലും അപ്പോഴും നെവിൻ കുറേ മെഴുകുന്നുണ്ട്. ഇപ്പോൾ ബോസേട്ടൻ വീണ്ടും ചോദിക്കുന്നു ക്യാമറയുടെ മുന്നിൽ വന്ന് നെവിൻ എന്താണ് പറഞ്ഞത്? അപ്പം നെവിൻ പറയുന്നുണ്ട് അനുമോൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ, എവിക്റ്റ് ചെയ്ത് പുറത്താക്കിയില്ല, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും നോമിനേഷന് വിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്ത് പോകും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ബോസേട്ടൻ പറയുന്നുണ്ട് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ മോനെ? പെട്ട് ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പെട്ടെന്ന് പറയുന്നത് പോലെ നിവിൻ എന്ത് പറയണം, വെളിച്ചും പോയി, മാറ്റി പറഞ്ഞ നാണക്കേടുമാണ്.
മാത്രമല്ല ബോസേട്ടൻ ചോദിച്ചപ്പോൾ നമ്മുടെ ആദിലെ നൂറെ ഇരുന്ന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെവിൻ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബോസേട്ടൻ പറയുന്നു ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, മോനൊരു കാര്യം ചെയ്യ്, ഇറങ്ങി ഓടിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ആദിലെ നൂറയുടെ ഒരു ഫേസ് ആണ് കേട്ടോ ഇന്നലെ പുറത്തേക്ക് വന്നത്. യു മസ്റ്റ് ഗോ, യു ഗോ, നീ പറഞ്ഞ വാക്ക് പാലിക്കണം, നീ പോണം. ഇത് തന്നെയാണ്, നീ പോണം. അപ്പൊ ബാക്കിയുള്ളവരും എടാ നീ പോവല്ലടാ, അയ്യോ നിവിനെ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ. അതുപോലെ ജിസേലൊക്കെ പറയുന്നത് പോവല്ലേ. ജിസേൽ അതിനിടയ്ക്ക് നൂറിൻ്റെ അടുത്ത് പറഞ്ഞു ഷട്ട് ആപ്പ് യുവർ ബ്ലഡി മൗത്ത് എന്നൊക്കെ പറയുമ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട് നീ ആരാണ് പറയാൻ, എന്നോട് മിണ്ടാതിരിക്കാൻ. ഇംഗ്ലീഷിലാണ് കേട്ടോ. ഞാൻ പ്രൊവോക്ക് ചെയ്യും, പോണം. സത്യത്തിൽ അനീഷില്ലേ, നമ്മുടെ അനീഷ് ഒരു കാര്യം തന്നെ ഒരു 50 തവണ പറയുന്ന പോലെയാണ് നൂറ് ഇന്നലെ. പോണം, നീ പോണം, പ്രൊവോക്ക് ചെയ്യും, ആണാണെങ്കിൽ പോണം. ഇത് തന്നെ ആയിരുന്നു. അവസാനം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം കറങ്ങുന്നുണ്ട് നെവിൻ. അവിടെ നിന്ന് ഇവിടെ പോവും, ഡൈനിങ് ഏരിയയിൽ പോവും, അവിടെ നിന്ന് ബെഡ്റൂമിൽ പോവും, അങ്ങനെ ഇങ്ങനെ പോയി. ഇവർ പുറകെ, ബാക്കിയുള്ളവർ പുറകെ താറാക്കൂട്ടം. ഒരു താറാവ് പോകുമ്പോൾ ബാക്കിയുള്ള താറാവുകൾ പുറകെ പോകും പോലെ നെവിൻ പോകുമ്പോൾ നെവിൻ്റെ പുറകെ ബാക്കിയുള്ളവർ ഇങ്ങനെ കണ്ടസ്റ്റൻസ് എല്ലാവരും പോകുന്നുണ്ട്. പോവല്ലടാ എന്ന് പറഞ്ഞിട്ട് അവസാനം നെവിൻ നിന്നിട്ട് പറഞ്ഞു ദിസ് ഇസ് മൈ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നെവിൻ അത് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വന്നത് തന്നെയാണ് ആ റെപ്രസെൻറ്റേഷൻ. അവിടെ ഞങ്ങൾ ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നീ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് സംസാരം വരുന്നു. നെവിൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഷാപ്പാണി പുറകെ ഓടുന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. ജിസേല പറയുന്നു നോ യു നോട്ട് ഗോ. രണ പറയുന്നു രണ പിന്നെ ചീവീടിൻ്റെ ശബ്ദമാണല്ലോ, അപ്പോൾ രണ അവിടെ കിടന്ന് പോവല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും നെവിൻ ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. കണ്ടം ഓടിത്തള്ളി എന്ന് പറയും പോലെ ഇറങ്ങി അങ്ങ് ഓടി. എന്തോ അത്യാവശ്യം ഉണ്ടോ അവിടെ പോയിട്ട് എന്തായാലും ഇറങ്ങി ഓടി. ഡോർ അടയ്ക്കുന്നു. അവിടുന്ന് നേരെ അപ്പാനിയൊക്കെ തിരിച്ച് ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കരുതെന്ന് പറയുന്നു. പക്ഷെ നൂറെ ആദിലെ ഇന്നലെ തകർത്ത് കളഞ്ഞു മക്കളെ. ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചേഴ്സ് നമ്മുടെ ബോസേട്ടൻ ഒന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ബോസേട്ടൻ ചെറുതായിട്ട് ആ പടക്കത്തിൻ്റെ തിരി ഒന്ന് കൊളുത്തി, മാലപ്പടക്കത്തിൻ്റെ. പിന്നെ പടപടാന്ന് വേണ്ടി ഇങ്ങനെ പൊട്ടി പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ അമിട്ടുകൾ തൂക്കിയിട്ടിരിക്കും പോലെയായിരുന്നു നമ്മുടെ പൂമ്പാറ്റകളെ. ഈ മാലപ്പടക്കത്തിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ അമിട്ടുകൾ കെട്ടിവെച്ച് എങ്ങനെ ഇരിക്കും, അതുപോലെയായിരുന്നു. അവരതിനെ എടുത്ത് നല്ലതുപോലെ പൊട്ടിച്ചെന്ന് ആ നെവിൻ്റെ നെറുകുന്നര നോക്കി തന്നെ അടിച്ച് പൊളിച്ച് കളഞ്ഞു. നെവിന് എണീറ്റ് ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ച് പൊളിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ നൂറയുടെ അതിൽ നിന്ന് നേരെ വരുമ്പോഴത്തേനും നൂറ പിന്നെ അവിടെ കിടന്ന് പറയുന്നുണ്ട് പോണം. അപ്പം അതിൽ പറയുന്നുണ്ട് അവൻ പോണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും അറിയാതെ ഇവിടെ ഒരാൾ ഒളിച്ച് നിന്ന് കരയുന്നുണ്ട് കേട്ടോ ഇത്രയും സമയമായിട്ട്. ആ പാറയുടെ ആ ഒരു ബാക്കിൽ പോയി നിന്നിട്ട് അനുമോൾ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. കാരണം അനുമോൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ ഇനി അനുമോളുടെ പടലിയിൽ വരുമോ, പുറത്ത് നെഗറ്റീവ് ആവുമോ, സപ്പോർട്ട് കുറയോ, ഇതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ ഓടിയ കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നൂറ എടുത്ത് വയ്ക്കുന്നുണ്ട് എടി അവൻ പോയാ. അപ്പം നൂറ പറയുന്നുണ്ട് പോയി. ഈശ്വര ഇത് എൻ്റെ തലയിലാണ്. ഈ മറ്റേ ഏത് സിനിമ പറയുന്നത് ഈ ഗർഭം എൻ്റെ തലയിൽ വരുമെന്ന് പറയും പോലെ എൻ്റെ തലയിലായി എല്ലാവരും വന്ന് എന്നെ ഇനി എന്ത് പറയും. അപ്പം നൂറ പറയുന്നുണ്ട് നീ പേടിക്കണ്ട, നീ കാരണമല്ല നെവിൻ ഇവിടുന്ന് പോയതിൻ്റെ കാരണക്കാർ ആദിലയും നൂറയും ആണ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കാരണമാണ് അവൻ ഇവിടുന്ന് പോയത്. ഇതിൻ്റെ പേരിൽ നിന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം, അത് ഞങ്ങളാണ്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ശരിയാവൂലല്ലോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയൊക്കെ കാണിച്ചെന്നല്ല കേട്ടോ, അതൊക്കെ റിയൽ ക്യാരക്ടറാണ് പുള്ളിക്കാരത്തിയുടെ. അത് ഫേക്ക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് റിയൽ ആണ്. ഫേക്ക് ആയിട്ട് ഒരാൾക്ക് ഇത്രയൊന്നും കാണിക്കാൻ പറ്റില്ലടാ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റണം? എനിക്ക് തോന്നുന്നില്ല. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ആക്ഷൻസും സ്പോണ്ടേനിയസ് ആയിട്ട് പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുമാണ് അത് പുള്ളിക്കാരത്തിയുടെ. അതല്ലാണ്ട് ഇതൊന്നും ഞാൻ ഇന്നിപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം, ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ പറയണം, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്നതൊന്നുമല്ല. ആക്ഷൻസ് വരുന്നതാണ്, അത് അറിയാണ്ട് വരുന്നതാണ്. അല്ലാണ്ട് ഇതൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യണം എന്നൊന്നും വിചാരിച്ച് ചെയ്യുന്നതൊന്നുമല്ല. പക്ക റിയൽ ക്യാരക്ടറാണ് പുള്ളിക്കാരത്തിയുടെ. ഡ്രാമ ക്യൂൻ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അങ്ങനെയാണ് അനുമോളുടെ സ്വഭാവം. നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടർ, നമുക്ക് ഓരോരുത്തരുടെ സ്വഭാവം, ബിഹേവിയർ ഒന്നും നമുക്കറിയില്ലല്ലോ. നമ്മളിങ്ങനെ ഈ ചിലപ്പോൾ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ വന്നത്
ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ 1-2 മണിക്കൂറുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 24 hours ആണ്. ഈ 24 മണിക്കൂറും ഒരാൾക്ക് ഇങ്ങനെ ഫേക്ക് കെട്ടി അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻസ് ഇട്ടിട്ടിട്ടിട്ട് ഫേക്ക് ഫേസ് ഒന്നും കാണിക്കാൻ പറ്റുമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന്. എന്തായാലും അത് കഴിഞ്ഞിട്ട് അനു പറയുന്നുണ്ട്, ഞാനും കരയില്ല, ഞാൻ കാരണമല്ല അവൻ പോയത്, ഞാനും ഗിസയിലും തമ്മിലുള്ള പ്രശ്നത്തിൽ അവൻ എന്തിനെ കയറി വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പാനി നൂറെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ തന്നെ നൂറ ആട്ടി വിടുന്നുണ്ട് കേട്ടോ. അപ്പാനിക്കൊക്കെ അനുവിൻ്റെ അടുത്ത് കിടന്ന് കൊണവണമെന്ന് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നൂറെ ആദിലെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മുട്ട് പറയ്ക്കും സത്യം പറഞ്ഞാൽ. നൂറ പറയുന്നുണ്ട്, എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട, ഇത് എൻ്റെ ഗെയിം, എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആ വഴി തന്നെ അപ്പാനി പോകുന്നുണ്ട്. അവന് 2 ഫേസ് ഉണ്ടെന്ന് നൂറ പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, ആർക്കാണ് ഇവിടെ 2 ഫേസ് ഇല്ലാത്തത്, എല്ലാവർക്കും ഇവിടെ 2 ഫേസ് ഉണ്ട് എന്ന് ആദിലയോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആദില പറയുന്നു, നൂറയുടെ അടുത്ത് പറയാനുള്ളത് നൂറയുടെ അടുത്ത് പറഞ്ഞാൽ മതി, ആദിലയോട് പറയാനുള്ളത് ആദിലയുടെ അടുത്ത്, കാരണം ഞങ്ങളിവിടെ 2 കണ്ടസ്റ്റൻസ് ആണെന്ന് പറയുന്നു. നൂറയുടെ അടുത്തും ആദിലയുടെ അടുത്തും ആരും വന്നിട്ടില്ല കേട്ടോ, ഉടക്കാനൊന്നും ആരും വന്നിട്ടില്ല. എല്ലാവരും അനുമോളുടെ നേരെ കയറാൻ മാത്രമേ രണയ്ക്കാണെങ്കിലും ഒക്കെ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇവരെടുത്ത് വരാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തെല്ലാവരും കൂടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പോയതിൽ. ജിസയിലൊക്കെ പൊട്ടി കരയുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ബിഗ് ബോസിനോട്, നെവിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം, എടുത്തുചാട്ടത്തിൽ പോയതാണ്, നെവിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഗിസയിലും പിന്നെ ആദില എളുപ്പത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ആദിലയും നൂറയും അനുവും മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പോയി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നെവിനാണ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ആ സീൻ. അതിനുശേഷം പിന്നെ അവിടെ സ്ട്രോങ് ആയിട്ടൊരു ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ. അക്ബർ, അപ്പാനി, ആര്യൻ, റെന ഫാത്തിമ, ഗിസേല്, പിന്നെ ഇപ്പോൾ ഒനീലും കൂടെ ചേർന്നിട്ടുണ്ട്, അഭിലാഷ്. ഇതെല്ലാം ഒരു ഗ്രൂപ്പ് പോലെ ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് അവിടെ ഇങ്ങനെ മറ്റേ ഡൈനിങ് ഏരിയയിലാണ് സാധാരണ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് ആയത് കാരണം ആ ഒരു ലിവിങ് ഏരിയയിൽ അവരെല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്പേസിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, അവൻ പോയതേ പോയി, എന്നാൽ ഇവക്കിട്ട് 2 അടി കൊടുത്തിട്ട് പോയാൽ പോരായിരുന്നോ, ആർക്ക് അനുവിനിട്ട് 2 അടി കൊടുത്തിട്ട് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ശരത്ത് പറയുന്നുണ്ട്, ശരത്തൊക്കെ ഭയങ്കര നെഗറ്റീവായിരിക്കും കേട്ടോ. ശരത്തൊക്കെ പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് പോലും ഓർക്കാണ്ട് എന്ത് ഗെയിമായി കളിക്കുന്ന ഗെയിം മാത്രം എന്തൊക്കെയാ വായിന്ന് വരുന്നതെന്ന് പലരുടെ. അതിപ്പോൾ നമുക്ക് അനുവിനെയും പറയാം, അനുവിൻ്റെ വായിന്നൊക്കെ എന്താ വരുന്നത്, നമുക്ക് അയ്യോ ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ശരത്ത് പറയുന്നുണ്ട്, ഇനി എന്തൊന്നും പതുക്കെ പറയേണ്ട കാര്യമില്ല, എല്ലാം ഉറച്ചു തന്നെ പറയണം, വിഷങ്ങളെല്ലാം വിഷമാണ് അവള്. പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്ഥലത്ത് അനു പാത്രമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ അനു ക്യാമറയോട് നോക്കി ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും ക്യാമറയിൽ നോക്കി കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, നിന്നെ അവർ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നതാണ്, നീ ആ പ്രൊവോക്കിങ്ങിലൊന്നും വീടെടുത്ത് നീ നന്നായിട്ട് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശൈത്യ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അനുവിനെ. ഇടയ്ക്കിടയ്ക്ക് ശൈത്യ ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ടെങ്കിലും മിക്കപ്പോഴും ശൈത്യ അനുവിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തെറ്റുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ലൊരു ഫ്രണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ശൈത്യം ഒന്നും പറയാനും പറ്റില്ല കേട്ടോ. ശൈത്യം നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ചോറിന്റെ കേസ് വരുന്നത്. റന, അനുമോളെ ചോറുതാ. അപ്പം അനുമോള് ചോറില്ല. അനുമോളെ ചോറുതാ, അനുമോളെ ചോറുതാ, ചോറ് വേണം എനിക്ക്, ചോറുതാ. അനുമോള് പറഞ്ഞു, നിന്റെ പാത്രത്തിരിക്കുമല്ലേ, നീ അത് കഴിച്ചിട്ട് വാ, നീ ഷാനവാസ്ക്കൊക്കെ കൊടുത്തല്ലോ, എനിക്ക് ചോറ് വേണം. അപ്പം ഇനി ഇത്ര ചോറേ ഉള്ളൂ, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അനു. ഉള്ളത് ഇന്ന് കുറച്ചെങ്കിലും കുട്ടിക്ക് കൊടുത്ത് വിടായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അനു പറയുന്നത്, ഇവള് പറഞ്ഞു കഴിഞ്ഞ ദിവസം അനു ഉണ്ടാക്കുന്ന ഫുഡിൽ അനു വിഷം ഇട്ടായിരിക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അനു അവൾക്ക് ചോറ് കൊടുക്കാത്തത്. അത് വേണ്ടായിരുന്നു. അനു ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല. ചോറ് കുറച്ചെങ്കിലും ചോറങ്ങ് വിളമ്പി കൊടുത്തിട്ട് അവിടെ ഒരു സീന് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അനുവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അവ എന്തായാലും ചോറ് കൊടുത്തില്ല. അങ്ങനെ റെന വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ടല്ല ഉണ്ടാക്കിയത്, നിനക്ക് ചോറ് വേണോ? എനിക്ക് അനുമോൾ ഉണ്ടാക്കിയ ചോറ് വേണ്ട. ശരി, എന്നാൽ ചോറ് വേണ്ട. അപ്പോൾ ശരത്ത് വന്ന് അനുമോളോട് പറയുന്നുണ്ട്, എന്ത് ദുഷ്ടയാടി നീ, എന്ത് ദുഷ്ടയാണ് നിന്റെ മനസ്സെന്ത് മനസ്സാണ്, ദുഷ്ടയാണ് നീ. ഒരാൾ ഭക്ഷണം ചോദിച്ചിട്ട് നീ ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് പറയുന്നുണ്ട്, അനുമോൾ വളരെ ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വം ഇല്ലാത്തവളാണ്, വളരെ ദുഷ്ടയാണ്, അവളെ നിർത്താൻ ഇവിടെ ആർക്കും യോഗ്യതയില്ല, നിങ്ങൾ അവളെ ഇവിടെ നിർത്തരുത്. എൻ്റെ പൊന്നു മക്കളെ, പറയാൻ വയ്യ, ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവളാണ് അവളെന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയേണ്ടത് ശരത്തല്ല. ഒരു ഗ്രൂപ്പിനകത്ത് കയറി ഇരുന്ന് കളിക്കുന്ന ശരത്തല്ല അത് പറയേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ഓഡിയൻസ് ആണ്. ശരത്ത് നന്നായിട്ട് കളിച്ച് ഓഡിയൻസ് സപ്പോർട്ടോടുകൂടി അതിനകത്ത് നിൽക്കാൻ നോക്കുക. ശരത്തിൻ്റെ ഗ്രാഫൊക്കെ ഇങ്ങനെ താഴെയാണ് കിടക്കുന്നത്, ഒരു തരിമ്പ പോലും മുകളിലോട്ട് കയറുന്നില്ല. അത് മാത്രമല്ല, ഗ്രാഫ് താഴെ ഉള്ള കാര്യം മാത്രമല്ല, നെഗറ്റീവായിട്ട് നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അനു മുകളിലേക്ക് കയറി പോവുകയും ചെയ്യും. ഇവരുടെ നെഗറ്റിവിറ്റി കൂടി ഇവർക്ക് പിന്നെ പുറത്തിറങ്ങിയിട്ട് കുറേ നാൾ സൈബർ ബുള്ളിങ്ങിന് നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം.
സൺറിച്ചിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് ടാസ്ക് വരുന്നുണ്ട് കേട്ടോ. ഓണം ആയില്ലേ, അപ്പോൾ ഓണം ആയത് കാരണം സൺറിച്ചിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് ടാസ്ക് വരുന്നുണ്ട്. പിന്നെ അവർ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ അതിൻ്റെതാണ് കാണിക്കുന്നത്. അതിനുശേഷം പണിപ്പുര തുറന്നു കൊടുക്കുകയാണ് കേട്ടോ ബോസേട്ടൻ. ഇത് ശരിക്കും ബോസേട്ടൻ നമ്മുടെ അനുമോൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ്, അനുമോൾക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജിസയിൽ അനുമോളുടെ ഒരു പാക്കറ്റ് എടുത്ത് പണിപ്പുരയിലേക്ക് തിരിച്ച് വലിച്ചെറിയുന്നത്. ഇത് കണ്ട് അനുമോൾ വന്നു നിന്ന് ആ ഗ്ലാസ്സിനോട് അടുത്ത് വന്നു നിന്ന് കരയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. അത് ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന ഒന്ന് തന്നെയായിരുന്നു. അതിന് വേണ്ടി അനുമോൾക്ക് കൊടുത്ത ഗിഫ്റ്റ് തന്നെയാണ്. ഓപ്പൺ ആക്കി കൊടുത്തു. എല്ലാവർക്കും അവർക്ക് എല്ലാ സാധനങ്ങളും എടുക്കാം. എന്ത് ഭംഗിയല്ലേ. ഇന്ന് രാവിലെ ഞാനൊരു പ്രൊമോ കണ്ടേ ഏഷ്യാനെറ്റിൻ്റെ. എന്ത് ഭംഗിയായിട്ട് എല്ലാവരും ആ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരന്മാരായിരിക്കുന്നു. അവരുടെ ആ ലുക്ക് മാറുമ്പോൾ തന്നെ അവരുടെ നല്ല കളർഫുൾ ആയിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ കിടന്ന് ആര്യനെ കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ അടുത്തെന്തോ പണിയുണ്ട്, ഞാൻ പോകത്തില്ല, എനിക്ക് സാധനമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഷോ ഓഫ് ഒക്കെ ഇറക്കി. അപ്പോൾ ബോസേട്ടൻ പറയുന്നുണ്ട് ഞാൻ അത്ര ദുഷ്ടനൊന്നും അല്ല, നിങ്ങളുടെ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി എല്ലാം സേഫ് ആക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായിട്ട് രാത്രി ഇവർ 1:30 2 മണിക്കൊന്നും ഉറക്കമൊന്നുമില്ല കേട്ടോ. രാത്രി ഇരുന്നിട്ട് അക്ബറും അപ്പാനിയും പിന്നെ രന ഫാത്തിമയും കൂടെ ഒരു ബെഡിലിരുന്നിട്ട് അക്ബർ പാട്ട് പാടുന്നുണ്ട്. സീസൺ 6 ശ്രീതു പറഞ്ഞില്ലേ മഴ തൂരുന്നു ഗായ്സ്, മഴ തൂരുന്നു എന്ന് പറയുമ്പോൾ എനിക്കിവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴയുടെ കുറച്ച് ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അക്ബർ പാട്ട് പാടുന്നുണ്ട്, പ്രാഗി കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അനുമോൾ വന്ന് അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര മോശമായിട്ടുള്ള സംസാര രീതിയാണ് അനുമോൾ അക്ബറിനോട് സംസാരിക്കുന്നത്. നീ ഒരു ആണാണോ, നീ പാട്ടുകാർക്ക് തന്നെ ശാപമാണ്, നിന്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ നിന്നെ പോലെ ഒരുത്തനെ ഉണ്ടായി, അവർക്ക് നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ഫാമിലിയുടെ അകത്തേക്കും ഒക്കെ പറഞ്ഞ് അക്ബറിനെ വളരെ മോശമായിട്ട് അനു സംസാരിക്കുന്നുണ്ട്. അത് മോശമായിപ്പോയി. അത് കഴിഞ്ഞ് രാത്രി 2:30 ആയപ്പോൾ അനുവിൻ്റെ കിറ്റ് കാണാനില്ല. അനു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കിറ്റ് കണ്ടോ എന്ന് ആര്യനോട് ചോദിക്കുന്നുണ്ട്. ആര്യനൊന്നും മിണ്ടുന്നില്ല. രാത്രി അപ്പാനി ശരത്തിനെ വിളിച്ചുണർത്തുന്നുണ്ട്. ക്യാപ്റ്റൻ അല്ലേ, എനിക്ക് എൻ്റെ കിറ്റ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വെള്ളം വയ്ക്കുന്നുണ്ട്. അത് മിക്കവാറും നമ്മുടെ ജിസയിൽ ചേച്ചി എടുത്ത് ഒളിപ്പിച്ച് വെച്ച് കാണും, അല്ലാണ്ട് പിന്നെ ആ കിറ്റ് എവിടെ പോകാനാ. അപ്പോൾ എന്തായാലും കിറ്റ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. നല്ലൊരു കിടിലൻ എപ്പിസോഡായിരുന്നു. ഇത്രയും നാൾ ദിവസത്തിന് ശേഷമുള്ള നല്ലൊരു എപ്പിസോഡായിരുന്നു. നമുക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം കാണാം. വൈൽഡ് കാർഡ്സ് എൻട്രി വേണം എന്നാണ് ഞാൻ പറയുന്നത്. വൈൽഡ് കാർഡ്സ് എൻട്രി വന്നിട്ട് അവരവരുടെ ഗെയിം കളിക്കുക, ഈ ഗ്രൂപ്പിനെ ഒന്ന് പൊളിക്കുക, അതാണ് വേണ്ടത്. ഗ്രൂപ്പിനെ പൊളിച്ചിട്ട് എല്ലാവരും, നമുക്ക് ഇൻഡിവിജ്വൽ ഗെയിം കാണാനല്ല ഇഷ്ടം, എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ അതല്ലേ നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും അങ്ങനെ കളിക്കുക. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് ഇതെല്ലാം എനിക്ക് വേണം. സബ്സ്ക്രിപ്ഷൻ വേണം. നിങ്ങൾ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാണുന്നവർ. അപ്പോൾ അതെന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുറേ ലൈക്കൊക്കെ തരിക. ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ കുത്തിയാൽ പോരെ, ലൈക്ക് ആവില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.